പ്രിയമുള്ളവരെ നമസ്കാരം. സമീപനത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്ത വീഡിയോകൾ കണ്ട് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിക്കുകയുണ്ടായി. അപ്പോൾ അവർ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അവരിൽ പലരും ചോദിച്ചൊരു ചോദ്യം, ഈ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ഞങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പറ്റിയ കാര്യമാണോ? അത് പണക്കാരായിട്ടുള്ള ആളുകൾക്ക് മാത്രം പറ്റിയ ഒരു കാര്യമല്ലേ? രണ്ടാമത്തെ ഒരു പോയിൻ്റ് അവർ ചോദിച്ചത്, ഈ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്യാൻ വലിയ ഫണ്ട് കയ്യിൽ വേണ്ടേ, പണം വേണ്ടേ, അല്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക? അതുപോലെ തന്നെ ചില മുസ്ലിം സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചത്, ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ ഉള്ള വീഡിയോകളൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ഇതിലുള്ള പല ഇൻവെസ്റ്റ്മെൻറ്റുകളും ഹലാലാണോ? ഞങ്ങൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഹലാലായ രൂപത്തിൽ ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ടോ, അതോ ഞങ്ങൾക്ക് അത് അലൗഡല്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഇത് വളരെ വാലിഡായിട്ടുള്ള ചോദ്യമാണ്. ഇതെൻ്റെ വളരെ ചുരുങ്ങിയ ചില സുഹൃത്തുക്കൾക്കുണ്ടായ സംശയം മാത്രമല്ല, നമ്മുടെ ഈ വീഡിയോ കാണുന്ന അതല്ലെങ്കിൽ ഇന്ന് സമൂഹത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളുടെയും സംശയമാണെന്ന് മനസ്സിലായി. അതിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഒന്ന്, ഇൻവെസ്റ്റ്മെൻറ്റ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പറ്റുമോ എന്നുള്ളത്. അതുപോലെ തന്നെ ഇത് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നടത്താൻ വലിയ ഫണ്ട് വേണോ എന്നുള്ളത്. 3, ഇത് മുസ്ലിം വിശ്വാസികളാണെങ്കിൽ അവർക്ക് അത് ഹലാലാണോ എന്നുള്ളത്. ഇതിന് 3നുമുള്ള ഉത്തരമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സമ്പാദ്യവും ഇൻവെസ്റ്റ്മെൻറ്റും വ്യത്യസ്ത അവസരങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ആണെന്ന് തോന്നുന്നു, എൻ്റെ ഒരു സുഹൃത്ത്, സന്തോഷ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു ഓട്ടോ തൊഴിലാളിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങൾക്കറിയാം ഒരു ഓട്ടോ തൊഴിലാളിയുടെ ഒരവസ്ഥ എന്താണെന്നുള്ളത്. ആ ദിവസേന ഓടിക്കിട്ടിയിട്ടുള്ള പണം വേണം അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ഭാര്യയ്ക്കും മക്കൾക്കും ജീവിത ചെലവ് നൽകാൻ വേണ്ടി. പിന്നെ സ്വാഭാവികമായിട്ടും കാര്യമായിട്ടുള്ള ഒരു സമ്പാദ്യമോ സേവിങ്ങോ ഒന്നും ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. എല്ലാ വർഷവും സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങളും ബാഗുകളൊക്കെ വാങ്ങാൻ കഷ്ടപ്പെടുന്നൊരവസ്ഥ, അതല്ലെങ്കിൽ അതിനുവേണ്ടി ആരോടെങ്കിലും കടം വാങ്ങേണ്ടി വരുന്നൊരവസ്ഥ. അതേപോലെ തന്നെ പിന്നെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നു പോയാൽ 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു പോയാൽ പ്രയാസപ്പെടുന്നൊരവസ്ഥ. ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലൂടെയൊക്കെയാണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനുമായിട്ട് ഒരിക്കൽ ഇങ്ങനെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തത്. അദ്ദേഹവുമായിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള ജീവിത രീതികളൊക്കെ എന്നോട് ഷെയർ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തുകൊണ്ട് കുറച്ച് പൈസ മിച്ചം വച്ചിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൂടാ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യം, എൻ്റെ കയ്യിൽ മിച്ചം വയ്ക്കാൻ ഒരു പൈസയുമില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുക? എനിക്ക് കിട്ടുന്ന പൈസ ഉപയോഗിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ വരെ നടത്തിക്കൊണ്ടുപോകാൻ എനിക്ക് പറ്റുന്നില്ല. ആ അവസ്ഥയിൽ ഞാൻ എങ്ങനെ മിച്ചം വെക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആഴ്ചയിൽ 7 ദിവസം ഉണ്ടല്ലോ, 7 ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും എക്സ്ട്രാ ഒന്ന് ഓടി ഒരു ആഴ്ചയിൽ ഒരു 500 രൂപയെങ്കിലും നിങ്ങൾ മാറ്റി വെക്കാനൊരു ശ്രമം നടത്തി നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് പറ്റും. അങ്ങനെ ഒരു 4 ആഴ്ച, ഒരു മാസം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2000 രൂപ മിച്ചം വെക്കാം. ഈ മിച്ചം വെച്ച പൈസ വേറെ എവിടെയും ഉപയോഗിക്കാതെ, വേറെ ഒന്നിനും വേണ്ടി ഉപയോഗിക്കാതെ ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം കൃത്യമായിട്ട് എല്ലാ മാസവും ആ 2000 രൂപ മിച്ചം വെച്ച് എക്സ്ട്രാ ഓടി എഫേർട്ട് എടുത്ത് മിച്ചം വെച്ചതിന് ശേഷം അദ്ദേഹം അത് ഇൻവെസ്റ്റ് ചെയ്തു. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹം അത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏകദേശം 5000 രൂപയോളമാണ്. ഒരാഴ്ച ഒരു 1000 രൂപയൊക്കെ സേവ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തി. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ രീതിയിൽ വളർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പ്രിഫർ ചെയ്തിട്ടുള്ള അദ്ദേഹം ചോദിച്ചു, എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഇൻവെസ്റ്റ് ചെയ്യാൻ പല ഓപ്ഷൻസുകളുണ്ടല്ലോ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ തൽക്കാലം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ അദ്ദേഹം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. ആ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ വലിയൊരു മാറ്റം ഉണ്ടായി എന്നുള്ളതാണ്. ഇതൊരു ഓട്ടോ തൊഴിലാളിയുടെ കഥയാണ്. ഇനി നിങ്ങളോടുള്ള ചോദ്യം, എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ മാറി നിൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാൻ പറയുന്നു, അതിൻ്റെ പിന്നിൽ ഭയമാണ്. ആ ഭയം 2-3 കാരണങ്ങൾ കൊണ്ടാണ്. നമ്മൾ സമ്പാദിച്ച പൈസ
ഇങ്ങനെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്താൽ ഉള്ള പൈസ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം. 2, ഇതൊക്കെ ഹലാലാണോ എന്നുള്ളൊരു ഭയം. 3, ഇതൊക്കെ അറിവും വിവരവും ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റൊക്കെ അറിയാവുന്ന ആളുകൾക്ക് പറ്റിയ പണിയല്ലേ എന്നുള്ള ഒരു ഭയം. ഇത്തരത്തിലുള്ള ചില ഭയങ്ങളാണ് നിങ്ങളെ പിടികൂടിയിട്ടുള്ളത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം എന്നുള്ളതാണ്. ചെറിയ ഫണ്ട് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ഇനി എന്തൊക്കെ ഓപ്ഷൻസുകളാണ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിക്കുള്ളത്? 1, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. 2, സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. 3, മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. 4, നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള പ്രമുഖമായിട്ടുള്ള കമ്പനികളുടെ ഷെയറുകൾ വാങ്ങി ആ കമ്പനികളുടെ ഭാഗമാകാം, പാർട്ട്നേഴ്സ് ആവാം. 5, നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിൽ മൊത്തമായിട്ട് വലിയ പ്രോപ്പർട്ടികളൊന്നും വാങ്ങാതെ റിയൽ എസ്റ്റേറ്റിൽ തന്നെ നിങ്ങൾക്ക് ഷെയർ വാങ്ങാനുള്ള അവസരങ്ങളുണ്ട്. ചെറിയ എമൗണ്ട് കൊടുത്തിട്ട് റിയൽ എസ്റ്റേറ്റിൽ ഷെയർ വാങ്ങാനുള്ള ഓപ്ഷൻ. അപ്പോൾ ഈ ഇങ്ങനെ 5 മേജറായിട്ട്, വേറെയും പല ഓപ്ഷൻസുകളുണ്ട്, പക്ഷേ 5 മേജറായിട്ടുള്ള ഓപ്ഷൻസുകൾ ചെറിയ എമൗണ്ട്, അതായത് ഒരു ആഴ്ചയിൽ ഒരു 500 രൂപ വെച്ചിട്ടൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് തന്നെ വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഗോൾഡിലായാലും സിൽവറിലായാലും സ്റ്റോക്കിലായാലും മ്യൂച്വൽ ഫണ്ടിലായാലും അതുപോലെ തന്നെ REITs, അത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാം. മിനിമം ഒരു 500 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഇന്ന് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഏതൊരു സാധാരണക്കാരനും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, വരുന്ന എപ്പിസോഡുകളിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ എത്തരത്തിലാണ് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ, അതായത് അല്ലെങ്കിൽ ഹലാലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്ന ആളുകൾ ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി, നമസ്കാരം.